സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. ആദ്യം ഈ ചെമ്മീൻ ഒന്ന് മുറിച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഈ ചെമ്മീനിൻ്റെ തല വേറെ മുറിച്ച് വെക്കണം. തലയുടെ അടിവശത്തുള്ള കാലും കൊമ്പുമെല്ലാം മുറിച്ച് കളഞ്ഞ് ആണ് എടുക്കേണ്ടത്. ഇനി അതിൻ്റെ ഓടെല്ലാം പൊളിച്ച് മാറ്റിക്കളയാം. തല മുറിച്ച് മാറ്റിയ ശേഷം അതിനുള്ളിലെ അഴുക്കുകളെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ തിളപ്പിച്ച് ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയാണ്. തലയെടുക്കുമ്പോൾ തലയിലെ മുഴുവൻ അഴുക്കും പോകേണ്ട രീതിയിൽ കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഈ ചെമ്മീനിൻ്റെ പുറത്തു വശത്തും അഴുക്കുണ്ടാകും. അത് കത്തി കൊണ്ട് മുറിച്ച് മാറ്റി എടുത്ത് കളയണം. അത് ആരോഗ്യത്തിന് നല്ലതല്ല. ഇതെല്ലാം മുറിച്ച് മാറ്റിയ ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇതെല്ലാം എല്ലാവർക്കും അറിയുമായിരിക്കും. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ മുറിച്ച് എടുത്ത് കളഞ്ഞാൽ മതിയാകും. ചിലപ്പോൾ പാചകം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. അങ്ങനെയുള്ളവർ നോക്കി മനസ്സിലാക്കും. ആദ്യം ചെമ്മീനിൻ്റെ സ്റ്റോക്ക് എടുക്കാം. അതിൻ്റെ തലയിലേക്ക് 3 കപ്പ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. ഇതിൽ വേറെ ഒന്നും ഇടണമെന്നില്ല. നല്ലതുപോലെ തിളപ്പിച്ച് വെള്ളം ഊറ്റിയെടുത്താൽ മതി. ഇനി കഴുകിയെടുത്ത ചെമ്മീനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് പകുതി പുളിനാരങ്ങ നീരും പിഴിഞ്ഞ് വെച്ച് ഒന്ന് ചേർത്തെടുക്കാം. അതൊരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ചെമ്മീൻ ബിരിയാണി പല രീതിയിലും ഉണ്ടാക്കാം. ഫ്രൈ ചെയ്തും ഉണ്ടാക്കാം, ഫ്രൈ ചെയ്യാതെയും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ ഗീയും ഇട്ട് ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഇനി ചൂടായി വന്ന ഈ ഓയിലിലേക്ക് 2-3 കഷ്ണം പട്ടയും 3 ഏലക്കായും 4 ഗ്രാമ്പൂവും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളത്തിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് എടുത്ത് സ്വാദ് നോക്കിയാൽ മനസ്സിലാവും ആവശ്യത്തിനുള്ള ഉപ്പായോ എന്ന്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആയി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പാണ് ഇടേണ്ടത്. അത് കുറച്ച് ഇളക്കിയ ശേഷം കിസ്മിസ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കിസ്മിസ് കരിഞ്ഞു പോകും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഓയിലിലേക്ക് 2-3 കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂവും 3 ഏലക്കായും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 5-8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 2-3 പച്ചമുളകും കൂടി അരച്ച കൂട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് മൂത്ത് വന്നാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇവയെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഓയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ തക്കാളി മുറിച്ചത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി വേണം ഇട്ട് കൊടുക്കാൻ. ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. തക്കാളി നല്ലതുപോലെ വെന്തു വന്നാൽ അതിലേക്ക് കുറച്ച് സവോള വറുത്തത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ ചെമ്മീനിൻ്റെ തല വേവിച്ചെടുത്ത സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. സ്റ്റോക്ക് ഒഴിച്ചുണ്ടാക്കുന്ന ചെമ്മീൻ ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുകയും വേണം. അധികമാരും ഇങ്ങനെ ചെമ്മീൻ വേവിച്ച് വെള്ളമെടുക്കാറില്ല. ശരിക്കും അതാണ് ഈ ബിരിയാണിയുടെ സ്വാദ് തന്നെ. ചെമ്മീൻ വറുത്തെടുക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. നല്ല സ്വാദായിരിക്കും. ഇനി ഇതിൻ്റെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. അതിനു മുകളിലായി നേരത്തെ വറുത്ത് മാറ്റിവെച്ച സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസുമെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അതിനു മുകളിലായി വീണ്ടും ഒരു ലെയർ ചോറും മല്ലിയിലയും സവോള വറുത്തതും എല്ലാം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വെച്ച ശേഷം എടുക്കാം. ബിരിയാണി റെഡിയായി. ഇനി നിങ്ങളുടെ കൈവശം ബട്ടർ ഇല്ലെങ്കിൽ ഗീ ഒഴിച്ചു കൊടുത്താലും മതി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.